ഇവിടെ വന്നവരാ? പിന്നെ ആയിരുന്നു മനുവൊക്കെ. നമ്മളിപ്പോൾ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ, അതായത് യഥാർത്ഥ അച്ഛൻ്റെ ബന്ധുക്കളുടെ വീട്ടിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം ഇവർക്കാണ് പോലീസ് കൊടുത്തതും. നമ്മളവിടേക്ക് പോകുന്നതിന് മുമ്പ് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചേട്ടാ, വളരെ നിഷ്ഠൂരവും മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പെരുമാറ്റം, അതും പൊടി കുഞ്ഞിനോട് അവനത് കാണിച്ചു. എന്താണ് അവൻ്റെ ലക്ഷ്യം? ലോകത്തിൽ ഒരു പൊടി കുഞ്ഞ് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനയാണ് ആ കുഞ്ഞ് അനുഭവിച്ചത്. ആ കുഞ്ഞിൻ്റെ ശരീരത്ത് മുറിവുകളില്ലാത്ത സ്ഥലമില്ല. ഒരു മനുഷ്യന് ഇത്ര ക്രൂരമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ആ കുഞ്ഞിൻ്റെ ബോഡി ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ തുടയുടെ ഇവിടെ നിന്ന് ഇതുവരെ സിഗരറ്റ് വെച്ച് കുത്തി വട്ടത്തിൽ പൊള്ളിച്ചിരിക്കുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മരണപ്പെട്ട കുഞ്ഞിൻ്റെ മുത്തശ്ശിയുടെ വീടായത്. അപ്പോൾ ഇവർക്ക് 2 കുട്ടികളായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടി വിവാഹം കഴിച്ചയച്ച് അങ്ങനെ പുറത്ത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു, മൂത്ത പെൺകുട്ടി. അതിനുശേഷമാണ് പിന്നെ ഇപ്പം മരിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ മരണപ്പെടുന്നത് 2 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അവർ പിന്നെ സഹോദരൻ എടുത്ത് തന്നെ സഹോദരനെ കൂടെ അന്ന് ഇവിടുന്ന് തന്നെ അടക്കം ചെയ്തത്. അപ്പോൾ ഇപ്പം മരണപ്പെട്ട കുട്ടിയെ കൂടി അവൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ അടക്കം ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ കൊണ്ട് അടക്കം ചെയ്തത്. ഈ അന്നത്തെ മരണത്തിൽ ഇപ്പൊ എന്തോ ദുരൂഹത നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ, എന്താണത്? ഏതാണ്? ഇപ്പൊ കുട്ടി മരിച്ചത്, കുട്ടിയുടെ അച്ഛൻ മരിച്ചതിൽ ഒരു ദുരൂഹത ഉണ്ട്. കുട്ടിയുടെ അച്ഛൻ മരിച്ച ദുരൂഹത വെച്ചാല് അന്ന് ഇവര് പ്രേമവിവാഹമായിരുന്നു. അപ്പോഴേ അന്ന് ഈ പെണ്ണിനെ ആ പെണ്ണിന്റെ ബിഹേവിയർ ശരിയല്ലായിരുന്നു. എന്നുവെച്ചാൽ അവൾക്ക് ഒരുപാട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാനസിക ബുദ്ധിമുട്ട് കാരണം അവനത് ഇവളിൽ നിന്ന് വിട്ടുപോയി, എന്തോ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്ന് ഇവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്തത്. ആ ഒരു ഡിപ്രഷനിൽ അവൻ അന്ന് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തത്. ഇതാണ് നമ്മൾ ഇന്നലെ കുഞ്ഞിനെ ഇവിടെ അടക്കം ചെയ്തത്. ഇതാണ് അച്ഛൻ അല്ലേ? ഇത് അച്ഛൻ, മൂത്ത സഹോദരി. ഈ മൂത്ത സഹോദരി മരിച്ചത് എങ്ങനെയാണ്? അത് പുള്ളിക്കാരത്തെ വിവാഹം കഴിച്ചു വിട്ടിട്ട് അത് അവളുടെ ഹസ്ബൻഡായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങനെ അവളവിടെ സൂയിസൈഡ് ചെയ്തതാണ്. എന്നുവെച്ചാൽ അത് ഈ ഒരു ചൈൽഡിഷ് ബിഹേവിയറിന്റെ പുറത്ത് ഈ പക്വതയില്ലായ്മ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായത്. അതൊക്കെ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറം വലിയ ഒരു കാഴ്ചയാണിത്. അങ്ങേ അറ്റത്തുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ പേര് അഖിൽ എന്ന് പറയുന്നത് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ പിതാവാണ്. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയാണ്. അതും ഇതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് സൂയിസൈഡ് ചെയ്തതാണ്. 2018 ആണ് ആ കുട്ടി മരിച്ചത്. സുനിൽ മരിച്ചത് 2024 ഒരു 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുനിലിൻ്റെ രക്തത്തിൽ പിറന്ന ആ കുഞ്ഞിനെ ഒരു സാമദ്രോഹി, അഖിലിൻ്റെ രക്തത്തിൽ പിറന്ന ആ കുഞ്ഞിനെ ഈ അഷ്കർ എന്ന മനുഷ്യ മൃഗം വകവരുത്തി ഇവിടെ എത്തിച്ചത് വളരെ നിഷ്ഠൂരമായിട്ടാണ്. നമ്മൾ വാർത്തകളിൽ കണ്ടതിനേക്കാൾ എത്രയോ ഭീകരമാണ് ആ കാഴ്ചകളൊക്കെയും പറഞ്ഞു കേൾക്കുമ്പോൾ. ഒരിടത്തും ഒരു കുഞ്ഞും ഇത്രയും വലിയ പീഡനം ഒരുപക്ഷെ അനുഭവിച്ചതായിട്ട് നമുക്ക് അറിയില്ല. ഇപ്പം ഈ മുത്തശ്ശിയുടെ വീട്ടിൽ ഇപ്പോൾ ആരാ താമസിക്കുന്നത്? ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ കാഴ്ചകൾക്കപ്പുറം ഈ നമ്മൾ വന്ന് കാണുമ്പോൾ അനുഭവപ്പെടുന്ന ഹൃദയത്തിൻ്റെ വേദന വളരെ വലുതാണ്. അവൻ രണ്ടാനച്ഛനെന്നല്ല, ഒരു മനുഷ്യന് ഇതൊരിക്കലും ചെയ്തുകൂടാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങളുടെ അത്രമാത്രം വലിയ രോഷം നമ്മളിന്ന് അവിടെ കണ്ടതും. സിഗരറ്റ് വെച്ച് വട്ടത്തിൽ പൊള്ളിച്ചിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ വേറൊരു ദയനീയമായിട്ടൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം എത്ര കാണും? ഇത്ര. ഇത് നമ്മൾ ഈ പഴത്തൊലി ഉരിഞ്ഞു വെക്കുന്നത് പോലെ ഉരിഞ്ഞു വെച്ചേക്കുകയാണ്. ഇത് ഒരു മനുഷ്യനും കണ്ടാൽ സഹിക്കില്ല. പക്ഷേ
നിർഭാഗ്യവശാൽ ഇന്നലെ ഇവൻ പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട്, അതല്ലെങ്കിൽ ഇവൻ അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് 1 2 പേർക്കോ ഞങ്ങൾ ജയിലിൽ പോകാനും ഞങ്ങൾക്ക് പേടിയും മടിയുമില്ല. പക്ഷേ പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് ഇവനെ ഞങ്ങൾ കൊന്നില്ല. ചേട്ടാ, എൻ്റെ ഒരു സംശയം, ഇദ്ദേഹത്തിന്റെ, അതായത് നിങ്ങളുടെ ബന്ധു അഖിലയുടെ ആദ്യത്തെ ഭർത്താവ് ആത്മഹത്യയാണ് ചെയ്തത്. അതെ. അത് എന്തായിരുന്നു കാരണം? ഇവളുടെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് കാര്യം അതും ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവൻ മരിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഇവനെ സ്റ്റാറ്റസ് ചെയ്തോ ലൈവ് ചെയ്തോ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ച് മരിക്കുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? അവൻ അന്ന് മരിക്കുമ്പോൾ 22 വയസ്സേ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഫോട്ടോ കാണിച്ചു തരാം, പറഞ്ഞോ. പക്ഷെ അത് ആ കേസ് പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ഇല്ലാണ്ട് പോയോ? ഒന്നും ഇല്ലാണ്ട് പോയി. കാര്യം ഇവിടെ അല്ലേ ആത്മഹത്യ ചെയ്തത്. ഏത് ഈ വീട്ടിലാണ് ആത്മഹത്യ. കണ്ടേ, ഇതാണ് ചെറുക്കൻ, ഇതായിരിക്കും, ഇതാണ് ഈ ഫോട്ടോ. അത് എൻ്റെ സഹോദരിയുടെ മൂത്ത മകള്, അവളുടെ സഹോദരനാണിത്. ഈ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹം? ഈ വീട്ടിൽ വെച്ചാണ്. അത് ഇവിടെ താമസിച്ചു കൊണ്ടിരുന്നിട്ട് ഇവനുമായിട്ട് ചെറിയ എന്തോ, അത് ഇവളെ സ്നേഹിച്ചവൻ വിളിച്ചോണ്ട് വന്നതാണ്. അവന് ഇഷ്ടപ്പെട്ടന്ന് ഈ വീട്ടില് എൻ്റെ സഹോദരിയാവട്ടെ എൻ്റെ സഹോദരിയുടെ ഭർത്താവട്ടെ ഇവരാരും എതിർത്തിട്ടില്ല. ഈ ഡാൻസുകാരിയായിരുന്ന അഖില അല്ലേ? ഡാൻസ്, അതായത് ഇവൻ ഈ ഡാൻസ് പ്രോഗ്രാമായിട്ട് അന്നുണ്ട്. ഇയാളും ഡാൻസിന് പോകും. ഡാൻസിന് പോകും. പക്ഷെ ഇതിന്റെ പിന്നില് ഒരു വ്യക്തിയുണ്ട്. ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് ടീച്ചർ. ഈ ഡാൻസ് ടീച്ചറിന് ഇതിന് നല്ല റോളുണ്ട്. ഈ ഡാൻസ് ടീച്ചറിന്റെ ഇത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നേ പറ്റൂ. വേറെ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ? ഉദാഹരണത്തിന് ഇവൻ ഈ അഷ്കർ എന്ന് പറയുന്ന ആള് അഖിലയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ അഷ്കറിന്റെ വീട്ടില് വിവാഹം കഴിച്ചോ? നീ എന്താ പറയുന്നത്? അഷ്കർ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതല്ല, ഈ കുട്ടി അഖിലെ, അതാ പറഞ്ഞ അഖിലെ വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ അഷ്കറിന്റെ വീട്ടിനെ സംബന്ധിച്ച് അഷ്കറിന്റെ സഹോദരിയുടെ ഭർത്താവ്, ഉമ്മ, അങ്ങനെയുള്ള എല്ലാരും കൂടെ ചേർന്ന് താമസിക്കുന്ന വാടക വീട്ടില് ഈ അഖിലയും കുഞ്ഞും ഉണ്ട്. പക്ഷെ അവർക്ക് ഇവരുമായിട്ട് ഒരു മാനസികമായ അടുപ്പവും ഇല്ല. പക്ഷെ ഈ അഖിലയെ ഈ അഷ്കർ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കാരണം അഖിലയുടെ കൂട്ടുകാരികളായിട്ടുള്ള പെൺകുട്ടികൾ. അതിനെ ലക്ഷ്യം വെച്ചിട്ടാണോ? അതിനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. അത് ഞാൻ ഇനി പറഞ്ഞുതരാം. ഇനി ഇവനെ കുറിച്ച് ശരിക്കും ഈ പോലീസ് ഒരു അന്വേഷണം നടത്തണം. ഇവനെ വല്ല ഈ പെൺകുട്ടികളെ മറ്റുള്ള ട്രാപ്പിലേക്ക് കയറ്റി വിടുന്നുണ്ടോ? നമ്മുടെ ഈ ബോംബെ പോലെ റെഡ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ കയറ്റി വിടുന്നുണ്ട്. കാരണം ഇവന്റെ പശ്ചാത്തലം നിങ്ങൾ എല്ലാവരും മീഡിയയിൽ ശ്രദ്ധിച്ചു കാണും. ഇന്നലെ ഇത്രയും ഈ ഇതായിട്ട് സംഭവം ഉണ്ടായിട്ട് ഇവന്റെ ഭാഗത്ത് ഇവന് ഒരു ചലനം ഉണ്ടോ നിങ്ങൾ മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂസലില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവന്റെ പിന്നിൽ ആരോ ഉണ്ട്. അതിൽ ഈ ഡാൻസ് ടീച്ചർ അനുരാധ എന്തുകൊണ്ട് അവള് വരെ പെടും. ഇയാളുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ എൻ്റെ സഹോദരിയുടെ മോനെയും ഈ അഖിലയും കൂട്ടിമുട്ടിച്ചത് ഈ ടീച്ചറാണ്. പിന്നെ ഇപ്പൊ അഷ്കറിനെയും ഈ അഖിലയും കൂടെ കൂട്ടിമുട്ടിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ പിന്നെ റാക്കറ്റ് അങ്ങനെയുള്ള ബന്ധങ്ങൾ കാണും. അങ്ങനെയാണ്, കാണും. എന്നപ്പോൾ ഒരു ഡാൻസ് ഇവരെന്ത് ഡാൻസാണ് കളിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ബോധപൂർവമാണോ അഖില ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് മാറി നിന്നത്? ആയിരിക്കണം. ഈ ടീച്ചറിന്റെ ഇടപെടിയിൽ ഞാൻ ഇതിനു മുമ്പ്, അതായത് ഈ കുഞ്ഞിനെ അതായത് എൻ്റെ ശേഷാറൻ മരിച്ച് ഈ സ്ത്രീ, ഈ അഖില എന്ന് പറയുന്ന കുട്ടി പോകുമ്പോൾ 3 മാസം ഗർഭിണിയാണ്. ഈ 3 മാസം ഗർഭിണിയായിട്ട് ഈ കുട്ടി പോയിട്ട് പിന്നെ ഈ ഫാമിലിയായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഈ പിന്നെ അഖിലയുടെ ബന്ധുവായ ഈ പേരെന്തുവാ മറന്നുപോയി. ഏതാ? നമ്മുടെ സൂയിസൈഡ് ചെയ്ത ആളുടെ പേരെന്തുവാ? അഖിൽ എന്നാണ് പേര്. അഖിലാണ് അഖിലയുടെ ഭർത്താവ്. യഥാർത്ഥത്തിലെ ഭർത്താവ്. ഈ അഖിലിന്റെ മരണശേഷം ഉടൻ തന്നെ ഇവിടുന്ന് പോവുമായിരുന്നു. ഈ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് അവർ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്.
അപ്പൊ ആ സമയത്ത് തന്നെ ഇയാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അഷ്കറുമായിട്ട്? ആയിരുന്നു. ഈ കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ 24 hours മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്. എന്താ നീ വാ എടേ വേണ്ട, ഇവിടെ വീട്ടില് കഴക്കൂട്ടത്ത് എൻ്റെ സഹോദരനാണിത്. കഴക്കൂട്ടത്ത് വെച്ച് ഇതേപോലെ അന്ന് ഞാനും കൂടെ ഉണ്ട്. കഴക്കൂട്ടത്ത് വെച്ച് ഇവൾ എന്താടി പിന്നെ മെസ്സേജ് അല്ലേ, നീ ഇങ്ങോട്ട് കയറുവാ ആ കുഴപ്പമില്ല കയറുവാ. അപ്പൊ ഇവളെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ മെസ്സേജ്, അങ്ങനെ അവളെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ. അന്ന് ഞാൻ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ട് നിൽക്കുകയാണ്. സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണാ ഇതേപോലെ അവളെ അടിച്ചു. ഞാൻ ചെന്തിന് ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, അണ്ണാ മാമ ഇവക്ക് ലോകത്തുള്ള എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യക്കൊണ്ടുള്ള ജോലി. അതെ, ഇപ്പോൾ നിങ്ങൾ മീഡിയാസിലെല്ലാം കണ്ട് ഈ കുട്ടിയെ ന്യായീകരിച്ച് ഈ കുട്ടിയുടെ സഹോദരന്മാരുണ്ടോ, ഈ കുട്ടിയെ പ്രസവിച്ച അമ്മയുണ്ടോ, ആ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ കുട്ടി ഏത് തരക്കാരിയായിരിക്കണം? അപ്പൊ ഞങ്ങളുടെ ചെറുക്കൻ മരിച്ചതിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്. അതുകൂടി അന്വേഷിക്കണമെന്നാണ്. അതുകൂടെ അന്വേഷിക്കണം. അതുമല്ല, ഇതിന് ഈ ഡാൻസ് ടീച്ചറിനെ ഈ പരിധിയിൽ കൊണ്ടുവന്നേ പറ്റൂ. അതിന് ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ പോകും. നിങ്ങൾ ആ രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല. അത് ഞങ്ങളെ പറഞ്ഞുതരാം. ഈ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ എൻ്റെ സഹോദരിയുടെ 2 മക്കളും മരിച്ചുപോയി, ഒരാണും ഒരു പെണ്ണും. 2 പേരും മരിച്ചുപോയി. 2 പേരും മരിച്ചു പോയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു കൂട്ടായിട്ടൊരു തീരുമാനം എടുത്ത് ഈ കുട്ടിയെ ഞങ്ങൾ 3-4 മാസം കൊണ്ട് ഈ കുട്ടിയുടെ പുറകിലാണ്. 3-4 അത് ഈ കുട്ടിയുടെ മാമനവരെ വിളിച്ച് ഞങ്ങളിത് പിന്നെ ഇങ്ങനെ സംസാരിച്ച് അപ്പൊ ഇവള് ഇടയ്ക്ക് പറഞ്ഞു ഈ കുട്ടി അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കേണ്ട കാര്യം ഇതേണ്ട ഈ വീട് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങ് അറ്റം പോലെ ഇങ്ങനെ ഈ കാണുന്നതെല്ലാം അവകാശപ്പെട്ടൊരു വസ്തുവാണ് ഈ കുട്ടിക്ക്. ഏകദേശം എത്ര സെന്റ് വരും? ഏകദേശം ഒരു 10-80 സെന്റ് സ്ഥലമുണ്ട്. ഇനി മേളിലുണ്ട് 80 സെന്റ് സ്ഥലമുണ്ട്. 10-80 സെന്റ് സ്ഥലമുണ്ട്. ഇതെല്ലാം ഈ കുട്ടിക്ക്. അപ്പൊ ഈ ഇത്രയും സ്വത്തും ഇതുള്ള ഈ കുട്ടി പിന്നെ അമ്മത്തൊട്ടിൽ കളയുന്ന എന്തോന്? എന്നിട്ട് ഇവളെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ച് ഇത് അറ്റാച്ച്ഡ് ചെയ്യിച്ചാൽ നോക്കി. ആ കേസൊക്കെ തള്ളിപ്പോയി. അപ്പോഴും ഞങ്ങൾ ഈ കുട്ടിയെ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളായിട്ടുണ്ട് അവരുടെ ബന്ധുക്കളാല്. പക്ഷെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഈ ലീഗൽ നൂലാമാലകൾ എപ്പോഴും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, അല്ല ഇതില് ഒരു കാര്യം, ഇപ്പൊ നമ്മള് ലീഗലായിട്ട് നമ്മളൊരു കേസുമായിട്ട് പോകുമ്പോൾ പോലീസ് അല്ലെങ്കിൽ കോടതി നിയമം പറയും കുട്ടിക്ക് അമ്മയ്ക്കാണ് അവകാശം. പക്ഷെ ഈ നിയമമാണ് ഇന്ന് പല ദുരന്തങ്ങൾക്കും കാരണം. വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ഈ നിയമമാണോ? പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ ഞങ്ങളുടെ സംഭാഷണം. നമ്മളോട് സംസാരിച്ചത് അഖിലയുടെ ആദ്യ ഭർത്താവായ അഖിലിൻ്റെ മാമനാണ്. അദ്ദേഹം നൽകുന്ന ചില വ്യക്തമായ സൂചനകളുണ്ട്. ഒന്നാമത്തത്, ആ കുട്ടിക്ക് ഇപ്പോൾ അവകാശപ്പെട്ട ഏകദേശം 80-90 സെന്റ് വസ്തു അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയെ ഒഴിവാക്കപ്പെടാൻ അങ്ങനൊരു കാരണമുണ്ടാവുമോ? അഖില എന്ന് പറയുന്ന കുട്ടി ഇതുവരെ അഷ്കർ വിവാഹം കഴിച്ചിട്ടില്ല. ഈ അഖിലയെ വിവാഹം കഴിച്ചാൽ അഷ്കറിന് അഖിലയിൽ ഒരു കുഞ്ഞുണ്ടായാൽ ഈ അഖിലയുടെ ഭർത്താവിൻ്റെ അവകാശത്തിൽ വരുന്ന ഈ 80-90 സെന്റ് അഖിലയ്ക്ക് അവകാശപ്പെട്ടതായി മാറിയാൽ അത് മറ്റൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവകാശം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ക്രൂക്കഡ് മൈൻഡായിട്ടുള്ള അഷ്കർ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുമോ? മാത്രമല്ല, ഈ അഖിൽ എന്ന് പറയുന്നത് ഈ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് നൃത്തം ചെയ്യുന്നൊരു യുവാവായിരുന്നു. അയാളെ പ്രേമിച്ച് വിവാഹം കഴിച്ചു, അയാൾ സൂയിസൈഡ് ചെയ്തു. അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അഷ്കറിനെയും അഖിലയ്ക്ക് കിട്ടുന്നത്. ഈ അഖിൽ മരിക്കുന്നതിന് കാരണവും ഇന്ന് വളരെ ദുരൂഹത നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് അവരുടെ ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നു. മറ്റാരുടെയോ പങ്കിനെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എവിടെയൊക്കെയോ വെച്ച് എന്തൊക്കെയോ ചില അശ്രദ്ധകൾ നിയമത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അവര് ഈ കുട്ടിയെ അവസാന നിമിഷം എന്നോടൊപ്പം വിടൂ എന്ന് അവകാശപ്പെട്ട ഈ അഖിലയുടെ അമ്മയോടൊപ്പവും കുഞ്ഞിനെ വിട്ടില്ല. അതുപോലെ അഖിലയുടെ ആദ്യ ഭർത്താവ്, അയാളുടെ കുഞ്ഞാണല്ലോ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരുടെ ബന്ധുക്കളും ഈ കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. അമ്മ പറഞ്ഞ് കൈയൊഴിയാതെ ഈ കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കാൻ നിർവാഹമില്ല എന്ന് പോലീസ് പറഞ്ഞെന്നാണ് അറിയുന്നത്. എന്ത് കഷ്ടമല്ലേ!